ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നമ്മൾ റൂബൻ അമോറിം മാറുന്നതോട് കൂടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എന്തായിരിക്കും ഭാവി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആശങ്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മൈക്കൽ കാരിക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗംഭീര വിജയങ്ങളും അതാകെ കളിയുടെ ഒരു ഭാവി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ദിലീപ് അതിനെ വിശകലനം ചെയ്യുന്നത്? എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പറയുമ്പോൾ യുണൈറ്റഡ് ഫാനൊന്നുമല്ല, പക്ഷെ 2 കളി കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ ഒരു ഇംഗ്ലീഷ് ഫുട്ബോളിന് ശരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ആവശ്യമാണ്. അത് കുറെ കാലമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ കളിക്കാർ വളരെ ഫ്രീ ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. പേടിയോടുകൂടിയല്ല കളിക്കണം, തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ല. ഇപ്പൊ ആർസണൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ലീഡോടുകൂടി മുന്നിൽ നിൽക്കുന്ന ടീമായിരുന്നു. അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസത്തോടു കൂടിയ പണ്ടത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിരുന്ന പോലെയാണ് ഞായറാഴ്ച പോയി കളിച്ചത്. അല്ലാതെ പേടിയോടുകൂടി അയ്യോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 2 ഗോളിന് തോറ്റ് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച ആ ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടി അല്ല പോയത്. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം ശരിക്കും. ഇനി അങ്ങോട്ടുള്ള നമ്മളിപ്പോൾ അതിന്റെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇനി അതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം ആസ്റ്റൺ വില്ല 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന സംഗതികൾ? അല്ല, ഇപ്പൊ യുണൈറ്റഡിന്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി തിരിച്ചടികൾ ഉണ്ടാവും. 15 കളിയുണ്ട്. അപ്പൊ 15 കളിയും ജയിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ഈ ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറഞ്ഞൊരു അതൊരു പ്രൂവൺ ഒരു കാര്യമാണ്. പുതിയൊരാള് വരുമ്പോ കളിക്കാർക്ക് കുറച്ചൊരു ആവേശം ഉണ്ടാവും. അതൊരു 4-5 കളിക്ക് അത് കാണും. പക്ഷെ അത് കഴിഞ്ഞാല് പണ്ടത്തെ സ്വഭാവങ്ങൾ ആദ്യം പുറത്തു വരും. ഈ കളിക്കാര് എത്രയോ മാനേജേഴ്സിനെ സാക്ക് ചെയ്യിച്ച കളിക്കാരാണ് അവരുടെ കഴിവില്ലായ്മ കാരണം. അപ്പൊ ആ സ്വഭാവങ്ങൾ പുറത്തു വരാതിരിക്കാനാണ്, അതാണ് മൈക്കിൾ കാരിക്കിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് വേറെ ആരുടെയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ 464 കളിയാണ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചത്. ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു, 5 ലീഗ് ടൈറ്റിൽ നേടി. എല്ലാ കാലത്തെ ഏറ്റവും മഹാനായൊരു മാനേജറായിരുന്നു സർ അലക്സ് ഫെർഗുസന്റെ കളിക്കാരനായിരുന്നു. അദ്ദേഹം എങ്ങനെ ഒരു ടീമിനെ പ്രിപ്പയർ ചെയ്യും, എങ്ങനെ സെറ്റപ്പ് ചെയ്യും, മാനസികമായിട്ട് അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കാരിക്കിന് ഇന്ററിം മാനേജർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ള. സമ്മറിൽ വേറെ ആളെ ഞങ്ങൾ നോക്കുന്നുള്ള ആ നിലപാടാണ്. ഇപ്പൊ ഈ ജിം റാറ്റ്ക്ലിഫ് ഈ ഫുട്ബോൾ ഓപ്പറേഷൻസ് ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ഈ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം തിങ്കിങ്ങേ ചെയ്തിട്ടുള്ളൂ. എല്ലാ തീരുമാനങ്ങളും മോശം തീരുമാനങ്ങളായിരുന്നു. ഡാൻ ആഷ്വർത്തിനെ ഒഴിവാക്കാൻ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ബ്രിട്ടീഷ് മാനേജർ വേണം, അവർക്ക് ഇത് ശരിക്കും ഈ ജോലിയുടെ മഹത്വം എന്താന്ന് അവർക്കേ ശരിക്കും മനസ്സിലാവുള്ളൂ. അയാളെ തട്ടി. ഇതിപ്പോ അത് കഴിഞ്ഞ് 15 മാസം കഴിഞ്ഞ് മനസ്സിലായി അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. എന്നിട്ടിപ്പൊ കാരിക്കിനെ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പൊ ആദ്യേ വേറെ ആൾക്കാരെ നോക്കുകയാണ്. ഇപ്പൊ ഒരു പേര് ഞാൻ കേട്ടില്ല, ഇപ്പൊ ക്രിസ്റ്റൽ പാലസിന്റെ ഒലിവർ ഗ്ലാസ്നർ. ഇപ്പൊ ഗ്ലാസ്നർ കോൺട്രാക്ട് പുതുക്കി സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മാസയിലുള്ള റോബർട്ടോ ഡിസർബി പണ്ട് ഇംഗ്ലണ്ടിൽ ബ്രൈറ്റന് വേണ്ടി ജോലി എടുത്തിരുന്നു. ഇവര് 2 പേരും പുറമേ നിന്ന് വരുന്നവരാണ്. അവർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ആ ക്ലബിന്റെ മാനേജർ അവർ കോച്ച് അതിലുള്ള പ്രഷർ എന്താന്ന് അവർക്ക് അറിയില്ല. അവരൊരിക്കലും ആ ഒരു പ്രൊഫൈലുള്ള ജോലി ചെയ്തിട്ടില്ല, ആ ലെവലിൽ കളിച്ചിട്ടില്ല. ഇതൊക്കെ ഉള്ള ഒരാളാണ് കാരിക്ക് അസിസ്റ്റന്റ് കോച്ചായിട്ട് യുണൈറ്റഡിൽ പണിയെടുത്തിട്ടുണ്ട് സോൾസ്കാറിന്റെ സമയത്ത്. ആ ക്ലബിന്റെ കൾച്ചർ എന്താണ്? പിന്നെ ഏറ്റവും പ്രധാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആലോചിക്കുക അവരുടെ യൂത്ത് സിസ്റ്റമാണ്. 1930 തൊട്ട് എല്ലാ സ്ക്വാഡിലും ഒരു യൂത്ത് ടീം പ്ലെയർ എങ്കിലും ഉണ്ടാവും. അത് എത്രയോ കൊല്ലം, ഇപ്പൊ ഏകദേശം 100 കൊല്ലാവാനായി. അതിലൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. റൂബൻ അമോറിം എനിക്ക് തോന്നുന്നില്ല ഒരു അണ്ടർ 18 കളിയും പോലും പോയി കണ്ടിട്ടുണ്ടെന്ന്. മൈക്കിൾ കാരിക്ക് ശനിയാഴ്ച രാവിലെ, ഞാൻ എൻ്റെ ഫോട്ടോസ് എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. ഞായറാഴ്ച വൈകുന്നേരം ആർസണലായിട്ടുള്ള കളിയെ ശനിയാഴ്ച രാവിലെ അണ്ടർ 16 കളി കാണാൻ പോയിരിക്കുക. അതാണ് ആവശ്യം. എന്താ വെച്ചാൽ ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ആ യൂത്ത് സിസ്റ്റമാണ് അതിന്റെ ശരിക്കും അടിത്തറ. അത് ഇഗ്നോർ ചെയ്യണ ഒരാൾക്ക് ശരിക്കും അവിടുത്തെ കോച്ചായിരിക്കാൻ
ബുദ്ധിമുട്ടാണ്. കാരിക്കിന് അതറിയാം. പിന്നെ ആ പ്രഷേഴ്സ് എന്താണെന്ന് അറിയാം. അവിടെ കളിച്ചിട്ടുള്ള ആ ഫാൻസ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു മോശം പെർഫോമൻസ് കഴിഞ്ഞ് വേറെ ഒരു മാനേജർ ആണെങ്കിൽ കൂക്കണ ഫാൻ 2 തവണ ആലോചിക്കും, ഓ ഇത് മൈക്കിൾ കാരിക്കാണ്, കൂക്കണ്ടല്ലേ. ആ ഒരു കണക്ഷൻ ഉണ്ട്. എത്രയോ കൊല്ലം നമുക്ക് വേണ്ടി കളിച്ചൊരു കളിക്കാരനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പക്ഷെ തീർച്ചയായിട്ടും ഇനി പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് മുന്നോട്ട്.